പിന്നെ ഈ രണ്ട് കേസും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, പവർ ബാങ്ക് ആണ്. 530 mAh ബാറ്ററി കപ്പാസിറ്റി നമ്മുടെ T500 Proയിലേക്ക് വരുമ്പോഴത്തേക്ക് 460 mAh ബാറ്ററി കപ്പാസിറ്റി മാത്രമാണ് CMF by Nothing But 2 കാണാൻ സാധിക്കുക. എന്നാൽ അപ് ടു 56 മണിക്കൂർ നമുക്ക് ANC ഓഫ് ആക്കിയിട്ട് T500 Proയിൽ കിട്ടുമ്പോഴത്തേക്ക് 55 മണിക്കൂർ നമുക്ക് ANC ഓഫ് ആക്കിയിട്ട് നമ്മുടെ ബഡ്സ് 2 കിട്ടുന്നതാണ്. കൂടാതെ ANC ഓൺ ആക്കുവാണെങ്കിൽ അത് 500 Proയിൽ 33 മണിക്കൂറും ബഡ്സ് 2 32 മണിക്കൂറും കിട്ടും. അതായത് ബാറ്ററി കപ്പാസിറ്റി റിയൽമിയിലാണ് കൂടുതലെങ്കിൽ പോലും പ്ലേ ടൈം ഒക്കെ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഒരു 70 mAh ബാറ്ററി കപ്പാസിറ്റി ഡിഫറൻസ് ഉണ്ട് നമ്മുടെ T500 Proയും ബഡ്സ് 2ഉം കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ സെയിം ആ ഒരു AAC കോഡക്കിൽ രണ്ടിലും ANC ഓഫ് ആക്കിയിട്ട് കേൾക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ANC ഓൺ ആക്കിയിട്ട് കേൾക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ടോട്ടൽ പ്ലേ ടൈം ഓൾമോസ്റ്റ് ലൈക്ക് സെയിം. ജസ്റ്റ് ഒരു 1 hour മാത്രമാണ് ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടും Type-C ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ ആ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 7.5 hours ടോട്ടൽ പ്ലേ ടൈം CMF by Nothing But 2 കിട്ടുമ്പോഴത്തേക്ക് റിയൽമി ബഡ്സ് T500 Proയിൽ എത്രയാണെന്നുള്ളത് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലേ.